പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളിൽ 3 ഗുണവിശേഷണങ്ങൾ ഉണ്ടെങ്കിൽ അയാൾ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു എന്ന്. 1. മറ്റാരോടുമുള്ളതിനേക്കാൾ ഇഷ്ടം അള്ളാഹുവോടും അവന്റെ റസൂലിനോടും ഉണ്ടായിരിക്കുക എന്ന്. 2. മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സ്നേഹിക്കുക എന്നും. 3. ദൈവനിഷേധത്തിലേക്ക് മടങ്ങുന്നതിന്, നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിന് എന്ന പോലെ വെറുക്കുക എന്നുമാണ്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് പ്രകാരം ഈമാനിന് മാധുര്യമുണ്ട്. അതിന്റെ മാധുര്യം എല്ലാവർക്കും ആസ്വദിക്കാൻ കഴിയുകയില്ല. അത് ആസ്വദിക്കണമെങ്കിൽ ചില നിബന്ധനകൾ പാലിക്കേണ്ടതുമുണ്ട്. ഈമാനിന്റെ മാധുര്യം കരസ്ഥമാക്കാൻ ഓരോ മുസ്ലിമും പരിശ്രമിക്കണം എന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3 ഗുണവിശേഷണങ്ങൾ ഉള്ളവരാണ് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുന്നത്. അതിൽ 1. മറ്റാരോടുമുള്ളതിനേക്കാൾ ഇഷ്ടം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ആയിരിക്കുക എന്നതാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഖുർആൻ 2-ാമത്തെ അധ്യായത്തിലൂടെ 165-ാമത്തെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് അവന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചുകൊണ്ടാണ്. അള്ളാഹു പറയുന്നത് കാണുക, നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യുന്നതാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമത്രേ. ഖുർആൻ 3-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിനോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകുന്നു. 2. മനുഷ്യനെ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സ്നേഹിക്കുക. ഈമാനിന്റെ മാധുര്യമാണല്ലോ വിഷയം. ഈമാനിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലും അള്ളാഹുവിന് വേണ്ടി വെറുക്കലും. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, അള്ളാഹുവിന് വേണ്ടി വെറുത്തു, അള്ളാഹുവിന് വേണ്ടി നൽകി, അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു, എങ്കിൽ അവന്റെ വിശ്വാസം പരിപൂർണമായി. 3. സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിന്, നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിന് എന്ന പോലെ വെറുക്കുക. ഈമാനിന്റെ വിലയറിഞ്ഞവർ സത്യനിഷേധത്തിലേക്ക് മടങ്ങുകയില്ല. എന്നാൽ സത്യനിഷേധത്തിലേക്ക് മടങ്ങുന്നതിന്, നരകത്തിലേക്ക് തള്ളപ്പെടുന്നതിന് എന്ന പോലെ വെറുക്കുന്നവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.